ഫ്രണ്ട്സ്, എല്ലാവർക്കും വെരാന്ത റൈസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിതിന് മുമ്പ് 2 സെഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരത് കാണണം. എസ്പെഷ്യലി SSC റെയിൽവേയിൽ ചോദിക്കുന്ന GKയിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ആയിട്ടുള്ള സ്റ്റാറ്റിക് GKയിലെ ഡാൻസസ് ഓഫ് ഇന്ത്യയിലെ ക്ലാസിക്കൽ ഡാൻസസ് നമ്മൾ പ്രീവിയസ് 2 വീഡിയോസിൽ കവറപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ മുമ്പ് കാണാത്തവരത് മസ്റ്റായിട്ടും കാണണം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് കണ്ടിട്ട് ഒപ്പം നിങ്ങൾ നേരത്തെ എഴുതി വെച്ച നോട്ട് ഫ്രണ്ടിൽ വെച്ചിട്ട് നമ്മൾ റിവിഷൻ ആൻഡ് പ്രാക്ടീസ് സെക്ഷൻ ആയിരിക്കും നെക്സ്റ്റ് 2 വീഡിയോസിൽ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ടായിരിക്കും ഇത്. അപ്പം നമ്മൾ മുമ്പ് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് ഒപ്പം കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ചോദിച്ച CGL-ലും CHS-ലും ചോദിച്ച ന്യൂ പാറ്റേൺ ക്വസ്റ്റിനോടൊപ്പം കുറച്ച് അഡീഷണൽ കണ്ടൻറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കുന്ന ഒരു സെഷൻ ആയിരിക്കും. ഓക്കെ, അപ്പം നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ ഡാൻസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ മോഡേൺ ഡാൻസിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്ന ആരാണ്? ആ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയെ നോക്കിയേ. ഓപ്ഷനിൽ നോക്കിയേ. ഗുരു ബിപിൻ സിംഗ്, ഗോപി കൃഷ്ണ, ബിർജു മഹാരാജ്, ഉദയ് ശങ്കർ. അപ്പം നമ്മൾ ബിർജു മഹാരാജും ഗുരു ബിപിൻ സിംഗും ഒക്കെ നോക്കിയായിരുന്നല്ലേ മുമ്പ് പഠിച്ച ക്ലാസിക്കൽ ഡാൻസസിൻ്റെ ഫേമസ് പ്രൊപ്പോണൻസ് ആണ്. അതല്ലാതെ ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി ഉദയ് ശങ്കറാണ്. ഉദയ് ശങ്കറാണ് ഫാദർ ഓഫ് മോഡേൺ ഡാൻസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത്. അദ്ദേഹം ആണ് ഇന്ന് കാണുന്ന നമ്മുടെ മിക്ക ഡാൻസിൻ്റെയും ഒരു മോഡേണിറ്റി കൊണ്ടുവന്നതും ഇത്രയ്ക്കധികം പോപ്പുലറൈസ് ചെയ്തതും. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ആദരസൂചകമായിട്ട് സംഗീത നാടക അക്കാദമി അവാർഡ് 1960 കൊടുത്തിട്ടുണ്ട്. സംഗീത നാടക അക്കാദമി അവാർഡ്. അപ്പോൾ ഫേമസ് ആയിട്ടുള്ള ഡാൻസേഴ്സിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോകേണ്ട ഒരു കാര്യമാണ് അവർക്ക് കിട്ടിയ അവാർഡ്സും അതിൻ്റെ കറസ്പോണ്ടിങ് ഇയേഴ്സും. ഓക്കെ, അപ്പം 1960 ഉദയ് ശങ്കറിന് സംഗീത നാടക അക്കാദമി അവാർഡ് കൊടുത്ത് ആദരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കലാക്ഷേത്ര സ്റ്റൈൽ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫോം? അതായത് നമ്മൾ പലതരം ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് പഠിച്ചായിരുന്നു. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇന്ന സ്റ്റൈലിലും കൂടി ഇത് കളിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു പോയായിരുന്നു. അപ്പം അതിൽ കലാക്ഷേത്ര ഒരു പുതിയ സ്റ്റൈലാണ്. നമ്മൾ പ്രീവിയസ്ലി ഭരതനാട്യത്തിൽ അലറിപ്പ് തുടങ്ങി ലാസ്റ്റ് തില്ലാനയിൽ അവസാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു. എങ്കിൽ കൂടി ഇതിൻ്റെ ഒരു പ്രത്യേക ഡാൻസ് സ്റ്റൈലാണ് കലാക്ഷേത്ര സ്റ്റൈൽ. അപ്പോൾ എന്ന് പറയുന്നത് കലാക്ഷേത്ര സ്റ്റൈൽ ഇതിൽ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഡാൻസസിൻ്റെ പ്രത്യേകതയാണ്? അത് ഭരതനാട്യമാണ്. ഭരതനാട്യത്തിൻ്റെ ഒരു സെപ്പറേറ്റ് ഡാൻസ് സ്റ്റൈലാണ് ഏത്? കലാക്ഷേത്ര സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇനി ആ ഫോട്ടോയിൽ കാണുന്നത് നോക്കിയേ. ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയെ മറന്നുപോലെ നമ്മൾ അഡീഷണൽ ഒരു പോയിന്റും കൂടാണ്, അത് എഴുതിയെടുത്തോണം. അത് രുക്മിണി ദേവി അരുന്തലയാണ്. രുക്മിണി ദേവി അരുന്തല. കാരണം ഭരതനാട്യം പഠിക്കുന്നെങ്കിൽ എസ്പെഷ്യലി നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പേരും കൂടാണ് നമ്മൾ ഡാൻസേഴ്സിൽ വിട്ടുപോയതല്ല, ബട്ട് ഈ സെഷനിൽ കൂടെ നോക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ രുക്മിണി ദേവി അരുന്തലെ ഒരു ഈ കലാക്ഷേത്ര സ്റ്റൈൽ പറയുമ്പോൾ എന്തായാലും അവരുടെ പേര് എടുത്ത് പറയണം. കാരണം ആ സ്റ്റൈലിന് ഇൻവെൻഷൻ കൊടുത്തല്ല, ആ സ്റ്റൈൽ കണ്ടുപിടിച്ചത് രുക്മിണി ദേവി അരുന്തലയാണ്. അതിൻ്റെ ആദരസൂചകമായിട്ട് 1956 സംഗീത നാടക അക്കാദമി അവാർഡും ആൻഡ് അതിൻ്റെ അടുത്ത വർഷം 1957 പത്മഭൂഷണം. സംഗീത നാടക അക്കാദമി അവാർഡും 1957 നെക്സ്റ്റ് ഇയറിൽ ഏത് അവാർഡ്? പത്മഭൂഷണം കൊടുത്ത് രാജ്യം അവരെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മറന്നുപോലെ ഇവരുടെ കറസ്പോണ്ടിങ് അവാർഡ്സ് ആൻഡ് ഇയേഴ്സ് മസ്റ്റായിട്ട് പഠിക്കേണ്ട സാധനമാണ്. 1956 സംഗീത നാടക അക്കാദമി അവാർഡ്, 1957 അവർക്ക് പത്മഭൂഷണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പത്മഭൂഷൺ എന്ന അവാർഡിൻ്റെ പ്രത്യേകത എന്താ? 3rd ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ്. 3rd ഹയസ്റ്റ് സിവിലിയൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഏതായിരുന്നു? നമ്മൾ കഴിഞ്ഞ സെഷൻസിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ റിവിഷൻ എന്നോണം പൊക്കോണം. ഭാരത് രത്നയാണ്.
ഫസ്റ്റ് ഹയസ്റ്റ് ഭാരത് രത്നയും സെക്കൻഡ് ഹയസ്റ്റ് ഏതാ? പത്മവിഭൂഷണം. അത് കഴിഞ്ഞിട്ട് എൻ്റെ നെക്സ്റ്റ് ഓർഡറിൽ കിടക്കുന്ന തേർഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ് പത്മഭൂഷൺ. ഇപ്പോൾ രുക്മിണി ദേവി അരുന്തലേക്ക് 1956 സംഗീത നാടക അക്കാദമി അവാർഡും അതിന് നെക്സ്റ്റ് ഇയറിൽ തേർഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡായിട്ടുള്ള പത്മഭൂഷണം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവർ ഭരതനാട്യം എന്ന് പറയുന്ന കലാരൂപത്തിൽ ഒരു പ്രത്യേക ഡാൻസ് സ്റ്റൈൽ, കലാക്ഷേത്ര സ്റ്റൈൽ ഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കിയേ, ഭരതനാട്യത്തിൻ്റെ കേസ് പറഞ്ഞുകൊണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ റിവിഷൻ സീരീസ് പോകുന്നുണ്ട്. അപ്പോൾ ഭരതനാട്യം പറയുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, ഭരതനാട്യം എന്ന പേര് ഡിറൈവ് ചെയ്തത് ഏത് ഒരു ടേമിൽ നിന്നാണ്? നമ്മൾ പറഞ്ഞായിരുന്നു ക്ലാസിക്കൽ ഡാൻസ് ഫോം മിക്കതും ഇങ്ങനൊരു ഡാൻസ് ഫോം എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയത് അതിൻ്റെ ആൻഷ്യൻ്റ് സോഴ്സസിൽ നിന്നാണ്. ഏതൊക്കെയായിരുന്നു സോഴ്സ്? ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ നിന്നുമായിരുന്നു. അപ്പം ഭരതമുനിയുടെ ഭരതത്തിൽ നിന്നുമാണ് ഭരതനാട്യം ഉണ്ടായതെന്ന് പറഞ്ഞായിരുന്നു. അപ്പം നെയിം ഡിറൈവ്സ് ഫ്രം ഭരതമുനി. ഓക്കെ അല്ലേ? അതിനോടൊപ്പം ഒരു കാര്യം കൂടെ ആലോചിച്ചോണം, നമ്മൾ മിക്ക ക്ലാസിക്കൽ ഡാൻസസിലും ഏതെങ്കിലും ഒരു പാട്ടിനെ അക്കമ്പനി ചെയ്തായിരിക്കും ഡാൻസ് ചെയ്യുന്നത്. അപ്പം ഭരതനാട്യത്തിനെ അക്കമ്പനി ചെയ്യുന്ന അതിൻ്റെ ട്രഡീഷണൽ മ്യൂസിക് എന്ന് പറയുന്നത് ഏതാണ്? ട്രഡീഷണൽ മ്യൂസിക് ഏതാണ്? ക്ലാസിക്കൽ മ്യൂസിക്കാണ്, ശാസ്ത്രീയ സംഗീതമായിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ അകമ്പടോടി കൂടിയായിരിക്കും ഭരതനാട്യം ഡാൻസ് തുടങ്ങുന്നത്. അതോടൊപ്പം തന്നെ അഡീഷണൽ 2 പോയിന്റ്സ് ഉണ്ട്. എസ്പെഷ്യലി ഇപ്പം കുറച്ചുകൂടി ഡെപ്തിലായിട്ട് നമുക്ക് ചോദിച്ച് കാണുന്നുണ്ട് ക്ലാസിക്കൽ ഡാൻസസിൽ. ഇപ്പോൾ കലാക്ഷേത്ര സ്റ്റൈലും നമ്മൾ പഠിച്ചില്ല എന്ന് പറയുന്ന പോലെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതിനൊരു ഇൻട്രോ ഉണ്ട്. ആ ഇൻട്രോ എന്ന് പറയുന്നതാണ് അലറിപ്പ്. അതായത് അലറിപ്പെന്ന് പറയുന്ന ഒരു റെപ്പർച്ചർ ഉണ്ട്. അതായത് ലിസ്റ്റ് ഓഫ് പെർഫോമൻസസ്, ഓരോ ഡാൻസും എങ്ങനെ ആടണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അതിൻ്റേതായ രീതിയിൽ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആ ലിസ്റ്റിൽ ഫസ്റ്റ് ഭരതനാട്യത്തിൻ്റെ കേസിൽ ഫസ്റ്റ് കിടക്കുന്നത് അലറിപ്പാണ്. അലറിപ്പ് തുടങ്ങിയിട്ട് എൻഡ് ചെയ്യുന്നത് തില്ലാനയിലാണ്. അപ്പം ഭരതനാട്യം ഡാൻസ് സ്റ്റാർട്ട്സ് വിത്ത് അലറിപ്പ് ആൻഡ് എൻഡ്സ് വിത്ത് തില്ലാന. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, വഴുവൂർ ഈസ് ദ സ്റ്റൈൽ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോവിങ് ക്ലാസിക്കൽ ഡാൻസ്? ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും, എസ്പെഷ്യലി സൗത്ത് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഡാൻസസ്. ആ പേര് വഴുവൂർ എന്നും പറയും, വിഴുവൂർ എന്നും പറയും. അപ്പോൾ തനി നേറ്റീവ് ലാംഗ്വേജിൽ ഇതിൻ്റെ ആൻസർ ഭരതനാട്യമാണ്. അതായത് നേറ്റീവ്സ് ഇതിനെ വിഴുവൂർ എന്ന് പറയും, വഴുവൂർ എന്ന് നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുന്നതെന്നുള്ളൂ. അപ്പം കുച്ചിപ്പുടി, കഥക്, ഒഡീസി, എസ്പെഷ്യലി ഒഡീസിയും കഥകുമൊക്കെ നോർത്ത് ഇന്ത്യൻ വേർഷൻസ് ഓഫ് ക്ലാസിക്കൽ ഡാൻസ് ആണ്. അപ്പോൾ ഭരതനാട്യം, കുച്ചിപ്പുടി ഇതിൽ ഏതെങ്കിലും ഒന്നേ വരത്തുള്ളൂ എന്ന് നമുക്ക് ഓപ്ഷൻ എലിമിനേഷൻ വഴി തന്നെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം പേരിൻ്റെ ഒരു നേറ്റിവിറ്റിയും കൂടെ നോക്കിക്കോണം. അപ്പോൾ ഇതിലേതായിരിക്കും കുച്ചിപ്പുടിയിലും ഭരതനാട്യത്തിലും? ഭരതനാട്യമായിരിക്കും. വഴുവൂർ എന്ന് പറയുന്ന സ്റ്റൈല് ഭരതനാട്യത്തിൻ്റെ ആയിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഭരതനാട്യത്തിൻ്റെ കേസ് പറഞ്ഞപ്പം ഡാൻസേഴ്സിൻ്റെ പേര് പറഞ്ഞിരുന്നല്ലേ. അപ്പോൾ ഫേമസ് ആയിട്ടുള്ള ഡാൻസേഴ്സിൻ്റെ പേരൊന്ന് റിവൈസ് ചെയ്യുന്ന ഓർത്ത് പറഞ്ഞേ. ഫേമസ് ഡാൻസേഴ്സ് അതിൽ മെയിനായിട്ട് നോട്ട് ചെയ്യുന്ന 2 പേരുടെ പേര് ഞാൻ പറഞ്ഞായിരുന്നു. ഒന്ന് സോനൽ മാൻസിംഗും രണ്ടോ യാമിനി കൃഷ്ണമൂർത്തി. ഇവരുടെ പേര് മസ്റ്റായിട്ട് നോക്കി വെച്ചോണം, കാരണം ഇതല്ലാതെ ഒരാളും കൂടെ ഉണ്ട്. കാരണം ഇവരൊന്നിലധികം ഡാൻസ് ഫോംസിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ആൾക്കാരാണ്. സോനൽ മാൻസിംഗ് ഒഡീസിയിലും ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ്. യാമിനി കൃഷ്ണമൂർത്തി കുച്ചിപ്പുടിയിലും. പിന്നെ ഇതല്ലാതെ ഒരാളുടെ പേരും കൂടെ പറഞ്ഞായിരുന്നു, പത്മ സുബ്രഹ്മണ്യം. അപ്പോൾ മെയിൻ പ്രൊപ്പണൻസ് ഓഫ് ഓൾ ഫേമസ് പ്രൊപ്പണൻസ് ഓഫ് ഭരതനാട്യം എന്ന് പറയുന്നത് ഈ 3 പേരാണ്. ബാക്കിയുള്ളവരുടെ പേരും പഠിക്കണം, എങ്കിലും ഇവരുടെ 3 പേരുടെയും പേര് സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ചോണം. ആരൊക്കെയാണ്? സോനൽ മാൻസിംഗ്, യാമിനി കൃഷ്ണമൂർത്തി ആൻഡ് പത്മ സുബ്രഹ്മണ്യം. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈശ്വരി പ്രസാദ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദി ഫോളോവിങ് ക്ലാസിക്കൽ ഡാൻസസ്?
ഈശ്വരി പ്രസാദ് എന്ന് പറയുന്നതും ക്ലാസിക്കൽ ഡാൻസിൻ്റെ ഒരു ഫേമസ് പ്രൊപ്പണൻ്റ് ആണ്. അവർ ഈ തന്നേക്കുന്നതിൽ ഏത് ഡാൻസ് ഫോമുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്നുള്ളത് നോക്കിയേ. കുച്ചിപ്പുടി, കഥക്, ഭരതനാട്യം, ഒഡീസി. അവർ കഥകാണേ. അതായത് ഈശ്വരി പ്രസാദ് ഈസ് അസോസിയേറ്റഡ് വിത്ത് കഥക്. കാരണം നമ്മൾ കഥകിൻ്റെ കേസ് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു, ഒന്നിൽ കൂടുതൽ ഘരാന, അതായത് കഥക് എന്ന് പറയുന്ന ഡാൻസ് നോർത്ത്, ഇതൊരു സ്റ്റേറ്റിൻ്റെ തനതായ കലാരൂപമല്ല. അത് രാജസ്ഥാനിൽ ഏതൊക്കെ സ്റ്റേറ്റിൽ അത് കൊണ്ടാടുന്നത്, മിക്ക നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലുണ്ട്. പക്ഷേ മെയിൻലി UP, രാജസ്ഥാൻ, ഡൽഹി, ജാർഖണ്ഡ്, ഇത്രയും സ്റ്റേറ്റ്സിൽ മെയിനായിട്ട് ഇതിൻ്റെ ഇൻഫ്ലുവൻസ് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടെ ആലോചിച്ചോണം, ഈ ഡാൻസ് ഫോമിന് അതിന് ഒന്നിൽ കൂടുതൽ വേരിയൻസ് ഉണ്ട്. അതായത് നമ്മൾ ഒരു സ്റ്റേറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന് വേറൊരു സ്റ്റൈൽ കാണും. ബേസ് എലമെൻറ്റ് സെയിം ആയിരിക്കും, പക്ഷേ അതിനൊരു വേരിയേഷൻ കാണും. അപ്പോൾ നമ്മൾ ആ വേരിയേഷൻസിനെ ഘരാനാസ് എന്ന് പറഞ്ഞ് പഠിച്ചായിരുന്നല്ലോ. അതായത് മേജർ 4 ഘരാനാസ് ഏതൊക്കെയാണ്? ഒന്ന് ലക്നൗ ഘരാന, റായ്ഗർ, 2 റായ്ഗർ ഘരാന, 3 ബനാറസ് ഘരാന, ആൻഡ് ഫൈനലി ജയ്പൂർ ഘരാന. കാരണം നമ്മൾ ഘരാനാസിൻ്റെ കാര്യം ഇവിടെ എടുത്ത് പറയാൻ കാര്യം, ഈശ്വരി പ്രസാദ് എന്ന് പറയുന്ന വ്യക്തി ഈ ലക്നൗ ഘരാനയില്ലേ അതിൻ്റെ പ്രൊപ്പണൻ്റാണ്. അതായത് കഥക് പല രീതിയിലാടുന്നെങ്കിലും പല സ്റ്റൈലിലാടുന്നെങ്കിലും ലക്നൗ ഘരാന എന്ന് പറയുന്ന കഥകിൻ്റെ വേർഷൻ ഇത്രയ്ക്കും ഇൻഫ്ലുവൻസ്ഡ് ആക്കിയത് ഈശ്വരി പ്രസാദാണ്. അദ്ദേഹമാണ് അതിൻ്റെ ഇൻവെൻറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ കഥകിനെ പറ്റി കുറച്ച് കാര്യം കൂടെ നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഡാൻസ് ഫോമിന് എസ്പെഷ്യലി കഥക് എന്ന പേര് ഡിറൈവ് ചെയ്ത്, ഓരോ ഡാൻസ് ഫോമിൻ്റെയും പേര് ഡിറൈവ് ചെയ്ത് ഏത് റെസ്പെക്റ്റീവ് കേസിൽ നിന്നാണ് നമ്മൾ ആലോചിച്ചായിരുന്നു, കഴിഞ്ഞ സെഷനിൽ നോക്കിയായിരുന്നു. അപ്പം കഥക് എന്ന് പറയുന്നത് കഥ അല്ലെങ്കിൽ സ്റ്റോറി, നമുക്ക് വലിയ കുഴപ്പമില്ലായിരിക്കും. നമ്മുടെ കേസിലും സ്റ്റോറിക്ക് കഥ എന്ന് തന്നെയാണ് പറയുന്നത്. അല്ലെങ്കിൽ സ്റ്റോറി അല്ലെങ്കിൽ കഥ എന്ന് മീൻ ചെയ്യുന്ന വാക്കിൽ നിന്നുമാണ് ഏത് കഥക് എന്ന് പറയുന്ന ഡാൻസ് ഫോമിൻ്റെ പേര് ഡിറൈവ് ചെയ്തത്. അപ്പോൾ പേര് മറക്കല്ലേ, ഓരോന്നിൻ്റെ നെയിമിങ്സ് കറക്റ്റായിട്ട് നോക്കിപ്പോക്കണം. ഓക്കെ, അപ്പം നെക്സ്റ്റ് സെഷൻ നോക്കാം. നമുക്ക് അതിന് മുന്നോടിയായിട്ട് നമ്മുടെ വെരാന്ത റേസിൻ്റെ കോച്ചിങ് സ്റ്റൈൽസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം ബേസിക് ആയിട്ടുള്ള ഓരോ സെക്ഷൻസും നിങ്ങൾക്ക് എടുത്തെടുത്ത് പോകും. അപ്പോൾ ക്ലാസ്സസിന് ശേഷം പഠിച്ച കാര്യം എഫക്റ്റീവായിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സർക്കിൾ സെഷൻസ് കാണും. അതായത് നിങ്ങളെ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് നിങ്ങളുടെ എലിജിബിലിറ്റി സ്കോറിനനുസരിച്ചുള്ള ഗ്രൂപ്പിന് വിത്ത് മെൻറ്റർ സപ്പോർട്ടായിട്ട് ഉള്ളൊരു സെഷൻ ആയിരിക്കും. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ പ്രീവിയസ് ക്ലാസ്സിൻ്റെ എക്സ്പീരിയൻസ് കൂട്ടാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് കംസ് ദ എക്സ്ട്രീം സർക്കിൾ. എക്സ്ട്രീം സർക്കിളിൽ മെയിൻസ് ലെവൽ പ്രിപ്പറേഷൻ എന്നൊരു കൺസെപ്റ്റ് വെച്ചിട്ട് ബേസിക് സെറ്റായിട്ട് മെയിൻസ് ലെവൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. ഒപ്പം അവിടെയും നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ട് കാണും. ആൻഡ് ഫൈനലി സൂപ്പർ ബാച്ച് കാണുന്നതായിരിക്കും. ഇതിൻ്റെ ഒരു ലാസ്റ്റ്, അതായത് മെയിൻസിൻ്റെ ലാസ്റ്റ് സെഷൻ ആയിരിക്കും സൂപ്പർ ബാച്ച്. സൂപ്പർ ബാച്ചിൽ അവിടെ മെൻറ്റർ സപ്പോർട്ട് കാണും. ഓരോരോ എക്സാമിനും തൊട്ട് മുമ്പായിട്ട്, ഇപ്പോൾ CGL ആണെങ്കിൽ CGL 1 മന്ത് മുമ്പ്, അല്ലെങ്കിൽ CHSL ആണെങ്കിൽ അതിന് 1 മന്ത് മുമ്പ് നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെറ്റീരിയൽ വർക്കൗട്ട് സെഷൻ ആയിരിക്കും. അവിടെ മെൻറ്റർ സപ്പോർട്ട് കാണും. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം അല്ലെങ്കിൽ റിപ്പ് സെക്ഷൻ. അവിടെ നിങ്ങളുടെ ഓൾറെഡി നിങ്ങൾ ചെയ്ത് വെച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ ലെവൽ ബൂസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഫൈനലി എസ്പെഷ്യലി ബാങ്ക് എക്സാംസിന് നിങ്ങൾക്ക് വരുന്നതായിരിക്കും മോക്ക് ഇൻ്റർവ്യൂ ആൻഡ് SSC CGLന് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് കൂടുതൽ അറിയാനായിട്ട് മോക്ക് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ DV സെക്ഷനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ 2 ടൈപ്സ് ഓഫ് കോച്ചിങ് രീതിയാണുള്ളത്, ഓഫ്ലൈനും ഓൺലൈനും. അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്റ്റൈലാണോ നിങ്ങൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് തന്നേക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേളു ചരൺ മോഹപത്ര ഈസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദി ഫോളോവിങ് ക്ലാസിക്കൽ ഡാൻസ് ഫോം? അതായത് കേളു ചരൺ മോഹപത്ര നമ്മൾ മുമ്പ് പഠിച്ചായിരുന്നു അല്ലേ. കേളു ചരൺ മോഹപത്ര, ഗുരു കേളു ചരൺ മോഹപത്ര എന്ന് പറഞ്ഞുള്ള പേര് മറക്കാതെ നോക്കിക്കോണമെന്ന് പറഞ്ഞായിരുന്നു. അദ്ദേഹം ഇതിൽ ഏത് ക്ലാസിക്കൽ ഡാൻസ് ഫോമിൻ്റെ പ്രൊപ്പണൻ്റ് ആയിരുന്നു അല്ല എക്സ്പൊണൻ്റ് ആയിരുന്നു? അദ്ദേഹം ഒഡീസി ആയിരുന്നേ. അതായത് ഒഡീസി എന്ന് പറയുന്ന ഡാൻസ് ഫോമിൽ അറിയപ്പെടുന്നൊരു വ്യക്തിയാണ് കേളു ചരൺ മോഹപത്ര. അപ്പോൾ കേളു ചരൺ മോഹപത്രയുടെ കാര്യം പറയുന്നതിനോടൊപ്പം തന്നെ ഒഡീസി എന്ന ഡാൻസ് ഫോം ഏത് സംസ്ഥാനത്തിൻ്റെതായിരുന്നു? പേരിൽ തന്നെ ഒഡീഷ ഉണ്ടല്ലേ.
ഒഡീഷ എന്ന സംസ്ഥാനത്തിൻ്റെ തനതായ കലാരൂപമാണ് ഒഡീസി. അപ്പോൾ ഒഡീസിയെ പറ്റി പറയാൻ നേരം കുറച്ചധികം പോയിന്റ്സ് പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഒഡീസി എന്ന ഡാൻസ് ഫോം എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്തത് ഏത് സോഴ്സസിൽ നിന്നായിരുന്നു? കേവ്സ് ഓഫ് ഉദയഗിരി ആൻഡ് ഖണ്ഡഗിരി. 2 കേവ്സ് ഉണ്ട്. അപ്പോൾ ഈ ഉദയഗിരിയും ഖണ്ഡഗിരിയും എന്ന് പറയുന്ന 2 കേവ്സിൻ്റെ അവിടെ എക്സ്കവേഷൻ നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇങ്ങനെ ഒരു ആൻഷ്യൻ ഫോം ഓഫ് ഡാൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ഫസ്റ്റ് ഇൻഫർമേഷൻ നമുക്ക് ഈ കേവ്സ് ഓഫ് ഉദയഗിരിയിൽ നിന്നും ഖണ്ഡഗിരിയിൽ നിന്നുമാണ് കിട്ടിയത്. പിന്നെ ഉദയഗിരി എന്ന് പറയുന്ന കേവിൻ്റെ മേക്കർ ആരായിരുന്നു? നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, ചന്ദ്രഗുപ്ത 2 അല്ലെങ്കിൽ വിക്രമാദിത്യ എന്നറിയപ്പെടുന്ന മഹാരാജാവായിരുന്നു ഉദയഗിരി എന്ന് പറയുന്ന കേവ് മേക്ക് ചെയ്തത്. ഒപ്പം ഖണ്ഡഗിരി എന്ന് പറയുന്നതോ, ഈ പേര് മറക്കല്ലേ, കിങ് ഖേരവേല. അദ്ദേഹം ജൈനിസം അഭ്യസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ജെയിൻ കിങ് ഖേരവേല എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ജൈനിസത്തിൻ്റെ അസെറ്റിക്സ് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കണ്ടെടുത്താണ് അല്ലെങ്കിൽ നിർമ്മിച്ചാണ് ഖണ്ഡഗിരി എന്ന് പറയുന്ന കേവ്. അപ്പോൾ അതിൻ്റെ ഫർദർ എക്സ്പ്ലോറേഷൻ നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി. കാരണം ഒഡീസി എന്ന് പറയുന്ന ഡാൻസ് ഫോം അതിൻ്റെ ആ ഒരു സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തിൻ്റെ തനതായ കലാരൂപം മാറ്റാൻ വേണ്ടി ഫോർമലൈസ് ചെയ്തതും സിസ്റ്റമൈസ് ചെയ്തതും ജെയിൻ കിങ് ഖേരവാലയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് മറക്കല്ല്. ഓൾസോ മേക്കർ ഓഫ് ഖണ്ഡഗിരി കേവ്സുമാണ്. അപ്പോൾ ഉദയഗിരി കേവ്സിൻ്റെ മേക്കർ ആരാണ്? ചന്ദ്രഗുപ്ത 2 എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ വിക്രമാദിത്യൻ. ഓക്കെ, അതിനോടൊപ്പം ഒരു പോയിന്റ് കൂടെ ആലോചിച്ചോണം. ഈ ഒഡീസി ഡാൻസ് ഫോം എസ്പെഷ്യലി പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്നത് ഓർഡർ നൃത്യം എന്നായിരുന്നേ. അതായത് എല്ലാ ക്ലാസിക്കൽ ഡാൻസിനും മുമ്പ് അതിൻ്റെ ഒരു ഫോക്ക് ഡാൻസ് വശം ഉണ്ടായിരുന്നു. അപ്പോൾ ഓർഡർ നൃത്യം എന്ന് പറയുന്ന ഡാൻസ് ഫോമാണ് പിന്നെ കാലക്രമേണ ഇന്ന് കാണുന്ന ഒഡീസി എന്ന തനതായ അല്ലെ ഒഡീഷയുടെ തനതായ കലാരൂപമായിട്ട് മാറിയത്. അപ്പോൾ ഒരു കാര്യം കൂടെ ആലോചിച്ചോണം, ഒഡീഷയുടെ തനതായ കലാരൂപമാണെങ്കിലും ഇതിൻ്റെ സോഴ്സ് കണ്ടെടുക്കപ്പെട്ട ഉദയഗിരി എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്തിൽ നിന്ന് കണ്ടെടുത്തതാണ്? അല്ലെ ഉദയഗിരി കേവ്സ് സിറ്റുവേറ്റ് ചെയ്യുന്ന വിദിഷ എന്ന് പറയുന്ന മധ്യപ്രദേശിലെ വിദിഷ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഉദയഗിരി കേവ്സ് കണ്ടെടുത്തത്. ഒപ്പം ഖണ്ഡഗിരി കേവ്സോ അതിൻ്റെ ലൊക്കേഷൻ നിയർ ഭുവനേശ്വർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ റിവൈസ്ഡ് ആയിട്ട് ആഡ് ചെയ്ത് പൊക്കോണം. ഓക്കെ, നമുക്ക് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പത്മഭൂഷൺ അവാർഡി ഗുരു വെമ്പട്ടി ചിന്നസത്യം ഇസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോവിങ് ഡാൻസസ്? അതായത് തന്നേക്കുന്ന ക്ലാസിക്കൽ ഡാൻസ് ഫോമിൽ പത്മഭൂഷൺ അവാർഡിയായിട്ടുള്ള ഗുരു വെമ്പട്ടി ചിന്നസത്യം ഏത് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്? ഏതാണ്? അദ്ദേഹം കുച്ചിപ്പുടിയാണ്. കുച്ചിപ്പുടി എന്ന ഡാൻസ് ഫോം റിലേറ്റ് ചെയ്ത അല്ലെങ്കിൽ കുച്ചിപ്പുടി എന്ന ഡാൻസ് ഫോമിൻ്റെ ഫേമസ് പ്രൊപ്പണൻ്റാണ് പത്മഭൂഷൺ അവാർഡിയായിട്ടുള്ള ഗുരു വെമ്പട്ടി ചിന്നസത്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ കുറച്ച് പോയിന്റ്സ് ഈ പത്മഭൂഷൺ എന്നാ കിട്ടിയെന്നും കൂടെ ആലോചിക്കണം. 2 അവാർഡ്സ് അദ്ദേഹത്തിന് മെയിനായിട്ടും കിട്ടിയിട്ടുണ്ട്. ഒന്ന് സംഗീത ഗുരു വെമ്പട്ടി ചിന്നസത്യം, സംഗീത നാടക അക്കാദമി അവാർഡ് 1981. പത്മഭൂഷൺ കിട്ടിയ വർഷമോ? പത്മഭൂഷൺ ഏത് ഇയറിലാണ് കിട്ടിയത്? 1998. അതായത് പത്മഭൂഷൺ കിട്ടി 1998 സംഗീത നാടക അക്കാദമി അവാർഡ് കിട്ടിയത് 1981. അതുപോലെ കുച്ചിപ്പുടി എന്ന ഡാൻസ് ഫോമിൻ്റെ നമ്മൾ പറഞ്ഞായിരുന്നു, ആ ഡാൻസ് ഫോം കുച്ചിപ്പുടി എന്ന ആ ഒരു സംസ്ഥാനത്തിൻ്റെ തനതായ കലാരൂപമായിട്ട് അറിയപ്പെടാൻ തുടങ്ങിയത് മെയിൻലി ഡ്യൂ ടു ഭക്തി മൂവ്മെൻറ്റ്. 7th century AD ഭക്തി മൂവ്മെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് വഴിയാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള കുച്ചിപ്പുടി എന്ന നൃത്തരൂപം വന്നതും അതിൻ്റെ നാൾവഴികൾ അങ്ങനെ ഒത്തുവന്നതും. അപ്പോൾ ഓക്കെ, അപ്പോൾ അഡീഷണൽ പോയിന്റ്സ് ആയിട്ട് ഇത്ര എഴുതി വെച്ചോണ്ട് എസ്പെഷ്യലി ഒരു ഫേമസ് പ്രൊപ്പണൻ്റ് ഒരു ഡാൻസറിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കിട്ടിയ അവാർഡ്സ് ആൻഡ് റെക്കഗ്നിഷൻസ് അതിൻ്റെ കറസ്പോണ്ടിങ് ഇയേഴ്സും നോക്കിപ്പോക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയത് ജഗന്നാഥ് ടെമ്പിൾ ഇൻ പൂരി ഡെപിക്ട്സ് വിച്ച് ഓഫ് ദ ഫോളോവിങ് ക്ലാസിക്കൽ ഡാൻസ്? ആ പിക്ചറിൽ കാണുന്നതാണ് ജഗന്നാഥ് ടെമ്പിൾ. അപ്പം നമ്മുടെ മിക്ക ആൾക്കാരുടെയും ട്രാവൽ ഡെസ്റ്റിനേഷൻ ആയിരിക്കും അല്ലേ പൂരി. അപ്പോൾ പൂരി ബീച്ച് സിറ്റുവേറ്റഡ് ആയിട്ടുള്ളത്
ഒഡീഷയിലാണ്. അപ്പോൾ ഏതായിരിക്കും ആൻസർ? ഒഡീഷയുടെ തനതായ കലാരൂപം ഒഡീസിയാണ്. അതായത് ജഗന്നാഥ് ടെമ്പിളിൽ ഈ ഒഡീസി എന്ന് പറയുന്ന നൃത്തത്തിൻ്റെ ഡെപ്പിക്ഷൻസ് ഉണ്ടായിരുന്നു. അതും ഏത് സംസ്ഥാനത്തിൽ? ഒഡീഷയിൽ. അത് മാത്രമല്ല, ഈ ജഗന്നാഥ് ടെമ്പിളിൽ മാത്രമല്ല, നമ്മൾ വേറൊരു കാര്യം കൂടെ പഠിച്ചായിരുന്നല്ലോ, സൺ ടെമ്പിൾസ്, കൊണാർക്കിലെ സൺ ടെമ്പിൾസ്. അപ്പോൾ കൊണാർക്കിലെ സൺ ടെമ്പിൾസിലും ഈ ഒഡീസി എന്ന് പറയുന്ന ഡാൻസ് ഫോമിൻ്റെ ഡെപ്പിക്ഷൻസ് ഉണ്ടായിരുന്നു. അത് മറക്കല്ല, കാരണം എസ്പെഷ്യലി 1984 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിച്ച ഏരിയ ആണ് സൺ ടെമ്പിൾസ് ഇൻ കൊണാർക്ക്. ഏത് വർഷം? 1984. അതിനോടൊപ്പം തന്നെ ഒരു പോയിന്റും കൂടെ നോട്ട് ചെയ്തേക്കണം. ഈ സൺ ടെമ്പിൾസിൻ്റെ മേക്കർ ആരായിരുന്നു? കിങ് നരസിംഹ ദേവ വൺ. അദ്ദേഹമായിരുന്നു ഏത് ഒഡീസി എന്ന് പറയുന്ന ഇൻസ്ക്രിപ്ഷൻസ് ഉള്ള സൺ ടെമ്പിൾസിൻ്റെ മേക്കർ എന്നറിയപ്പെടുന്നു. അപ്പോൾ അഡീഷണൽ പോയിന്റ്സ് റിവൈസ് ആക്കി പൊക്കോണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കേ, സോനൽ മാൻസിംഗ് വാസ് ഓൾസോ ഫേമസ് ഫോർ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഡാൻസസ് ഇൻ അഡീഷൻ ടു ഭരതനാട്യം. നമ്മൾ ഭരതനാട്യത്തിൻ്റെ ക്വസ്റ്റ്യൻ വന്നപ്പോൾ പറഞ്ഞായിരുന്നല്ലേ, സോനൽ മാൻസിംഗ്, യാമിനി കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ, ഒപ്പം പത്മ സുബ്രഹ്മണ്യമൊക്കെ മെയിൻ പ്രൊപ്പണൻസ് ഓഫ് ഭരതനാട്യമായിരുന്നു. ആ കേസിൽ നമ്മൾ സോനൽ മാൻസിംഗിൻ്റെ പേര് കണ്ടായിരുന്നു. അതല്ലാതെ ഭരതനാട്യമല്ലാതെ ഞാൻ പറഞ്ഞായിരുന്നു ഒന്നിൽ കൂടുതൽ കലാരൂപം പ്രാക്ടീസ് ചെയ്ത ആൾക്കാരുടെ പേര് മെയിൻലി നോട്ട് ചെയ്തോണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അതിൽ സോനൽ മാൻസിംഗ് ഇതിൽ ഭരതനാട്യമല്ലാതെ വേറെ ഏത് ഡാൻസ് ഫോമിലും കൂടെ പ്രാവീണ്യം നേടിയ വ്യക്തിയാണ്? ഒഡീസി ഡാൻസ് ആണേ. അപ്പോൾ ഒരു കാര്യം കൂടെ ഒഡീസിയുടെ കാര്യം പറയുമ്പോൾ ശ്രദ്ധിച്ചോണം. ഈ ഒഡീസി എന്ന് പറയുന്നൊരു ഡാൻസും എസ്പെഷ്യലി ഇന്ത്യ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അപ്പോൾ ഒഡീസി എന്ന് പറയുന്ന ഡാൻസ് ഫോം ലോകത്ത് ഇങ്ങനൊരു സംഭവം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ആൾക്കാരെ കൊണ്ട് പറയിക്കാൻ വേണ്ടി ഓടി നടന്ന് പ്രവർത്തിച്ച, ഒഡീസി എന്ന ഡാൻസ് ഫോം ലോകമാനം ഫേമസ് ആക്കാൻ വേണ്ടി ഓടി നടന്ന രണ്ട് പേരുണ്ട്. അവരുടെ പേര് ഒരിക്കലും മറക്കല്ല്. ഒന്ന് ചാൾസ് ഫാബ്രിയും, പിന്നൊന്ന് ഇന്ദിരാണി റഹ്മാനും. കാരണം ചാൾസ് ഫാബ്രിയും ഇന്ദിരാണി റഹ്മാനും, ഈ രണ്ട് പേര് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോവിങ് ക്ലാസ് ഡാൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഒഡീസി ആയിരിക്കും. കാരണം ഈ രണ്ടുപേരുടെ പ്രയത്നത്തിൻ്റെ ഭാഗവും കൂടി കൊണ്ടാണ് നമ്മൾ ലോകമാനം ഒഡീസി എന്ന് പറയുന്ന ഡാൻസും, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഒരു പിക്ചറിൽ ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ ഒഡീസിയും കൂടെ അതിൻ്റെ ഭാഗമാണ് ആൾക്കാർ, ഫോറിനേഴ്സ് ആലോചിക്കാൻ തുടങ്ങിയത് ഇവരുടെ ഒരു വർക്ക് കൊണ്ടാണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു സോനൽ മാൻസിംഗ് അല്ലേ. സോനൽ മാൻസിംഗ് അവർക്കൊരു പ്രത്യേകതയുണ്ട്. കാരണം ഭരതനാട്യം പഠിച്ച, ഭരതനാട്യത്തിൻ്റെ ഫേമസ് പ്രൊപ്പണൻസിൽ ആദ്യമായിട്ട് പത്മ അവാർഡ് കിട്ടിയ ആളാണ്. ഒപ്പം യങ്ങസ്റ്റ് റെസിപ്പിയൻ്റ് ആണ് നമ്മുടെ രാജ്യത്ത്, യങ്ങസ്റ്റ് റെസിപ്പിയൻറ്റ് ഓഫ് പത്മഭൂഷൺ ആൻഡ് പത്മവിഭൂഷൺ. കാരണം അതുകൊണ്ട് തന്നെ സോനൽ മാൻസിംഗിൻ്റെ പേര് ആലോചിച്ച് വെച്ചോണം. നമ്മുടെ രാജ്യത്തിന് സെക്കൻഡ് ഹയസ്റ്റും തേർഡ് ഹയസ്റ്റും സിവിലിയൻ അവാർഡായിട്ടുള്ള പത്മവിഭൂഷണും പത്മഭൂഷണും സ്വായത്തമാക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് സോനൽ മാൻസിംഗ്. അപ്പം പത്മഭൂഷൺ 1992 2003 പത്മവിഭൂഷണും നൽകി രാജ്യം അവരെ ആദരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ എമംഗ് ദ ഫോളോവിങ് ക്രിയേറ്റഡ് ദ ഡാൻസ് സ്റ്റൈൽ ഭരത് നൃത്യം? നമ്മൾ ഈ പോയിന്റ് എസ്പെഷ്യലി എടുത്ത് പോയിൻ്റായിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു കഴിഞ്ഞ സ്ലൈഡിൽ. ഏതായിരുന്നു? പത്മ സുബ്രഹ്മണ്യം. കാരണം ഒരു ഡാൻസ് ഫോം പഠിക്കുക എന്നുള്ളത് തന്നെ ഹെർക്കൂലിയനായിട്ടൊരു ടാസ്ക്കാണ്. അതിനൊപ്പം ഒരു ഡാൻസ് ഫോം അഡീഷണലി ഇൻവെൻറ്റ് ചെയ്യുക, ഒരു ഡാൻസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ വേറൊരു ഡാൻസ് ഫോം ഇൻവെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ടഫായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പത്മ സുബ്രഹ്മണ്യത്തിൻ്റെ പേര് ഭരതനാട്യം പറയുമ്പോൾ നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ അവർ ഇൻവെൻറ്റ് ചെയ്ത സ്റ്റൈൽ ഏതായിരുന്നു? ഭരത് നൃത്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻവെൻഷൻ്റെ ഇതായിട്ട് 2003 ഇവർക്ക് പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. അപ്പം ഭരത് നൃത്യം എന്ന് പറഞ്ഞ ഡാൻസ് സ്റ്റൈൽ അല്ലെങ്കിൽ പുതിയൊരു ഡാൻസ് ഫോം ഇൻവെൻറ്റ് ചെയ്തത് പത്മ സുബ്രഹ്മണ്യമാണ്. പത്മ സുബ്രഹ്മണ്യം ഭരതനാട്യത്തിൽ നിന്ന് പഠിച്ചിട്ടാണ് അതിന് ഫർദർ ആയിട്ടുള്ള ഇൻവെൻഷൻസ് നടത്തിയത്.
അപ്പോൾ 2003 പത്മഭൂഷൺ അല്ലെങ്കിൽ തേർഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് അവർക്ക് ലഭിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ കഴിയുകയാണ്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും കാണുന്നതായിരിക്കും. അതുവരേക്കും ബൈ.